കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രേണുസുധിയുടെ വിഷയങ്ങൾ സംസാരിച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അപ്പോഴെല്ലാം അതിന്റെ കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവരെ കൊണ്ട് സഹി ഇട്ടു, ഇവർക്കെതിരെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ 100% ഞാൻ യോജിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ശരി ഒന്ന് ശ്രമിച്ചു നോക്കാം. നീ വലിയവനാടാ. അങ്ങനെ ഇവര് കുറച്ചു നാൾക്ക് മുൻപ് ചെയ്ത ആ റീലുണ്ടല്ലോ, ഏതാ കുട്ടനാടൻ കായലിലെ പാട്ട്, കള്ള് ഷോപ്പിൽ നിന്ന് എടുത്ത ആ റീല്, ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അതും വേറെ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ വെച്ചിട്ട് ഞാനൊരു കംപ്ലൈന്റ് സൈബർ സെല്ലിൽ കൊടുത്തു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അവര് കേസ് എടുത്തു, അതിന്റെ റെസിപ്റ്റ് എനിക്ക് അയച്ചു തന്നു വാട്സാപ്പിൽ. എന്താ ഉറക്കം വരുന്നു? ഓക്കെ, അപ്പൊ സൈബർ സെല്ലിൽ രേണുവിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈന്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ലെവലിൽ സംസാരിക്കുന്ന പരിപാടികൾ നിർത്തലാക്കി തരണം എന്ന് മാത്രമാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം രേണുവിന് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം. അത് ഇപ്പൊ എന്താ പറഞ്ഞു? അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് അറിയില്ല എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പൊ മാക്സിമം അവർ ശ്രമിക്കാന്ന് പറഞ്ഞു. അവർക്കും ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ ലിങ്കും അതുപോലെ സ്ക്രീൻഷോട്ടും ഫോട്ടോകളും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് അവര് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഫർദർ കാര്യങ്ങളൊന്നും എന്താ സംഭവിക്കാൻ പോകുന്നതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യും. നീ ചിന്തിച്ചാ നിന്നെ കൊണ്ട് പറ്റൂടാ, നീ മരണമാസാടാ, വേറെ ലെവലാടാ നീ. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെയും ഈ കാര്യം സംസാരിച്ചു. അതായത് കള്ള ഷോപ്പിൽ വെച്ചിട്ട് റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതാണ് കേസ്. സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് അവിടെ ഇത്തരം പ്രചരണങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല എന്ന രീതിക്കാണ് സംസാരിച്ചത്. അപ്പൊ അവരും അവിടെ നിന്നും നല്ല ഒരു റെസ്പോൺസ് ആണ് കിട്ടിയത്. അവരും കേസ് എടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കൊടുത്ത കംപ്ലൈന്റ് റിസീവ്ഡ്. ഇതിപ്പോ ഞാൻ ഫോട്ടോ കോപ്പി എടുത്തതാണ്, അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രിന്റ് എടുത്തതാണ്. കേസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട്. ആ ഷോപ്പിൽ നിന്നുള്ള ഇവരുടെ ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതാണ് എക്സൈസിൽ കൊടുത്തത്. അപ്പൊ അവർ ഇന്ന് തന്നെ അത് ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, രേണുവിന്റെ അഡ്രസ് ഒക്കെ വെച്ചിട്ട്. അതിനകത്ത് രേണുസുധി മാത്രമല്ല വന്നിരിക്കുന്നത്, കോഴിക്കോട് ദാസനുണ്ട്, പ്രതീഷുണ്ട്, അക്ഷയുണ്ട്. അപ്പൊ ഇത് കേസാവോ? ഞാൻ ഇതിന് കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടി ചായം കൊടുക്കില്ലേ? ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? നീയും കൊടുക്കും. ഇവരുടെ പേരും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം രേണു മാത്രമല്ല അതിനകത്തുള്ളത്. അതുകൊണ്ട് ഇവരുടെ പേരും കൂടി വെച്ചിട്ടാണ് ഞാൻ ആ കംപ്ലൈന്റ് കൊടുത്തത്. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.